അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് പോവാട്ടോ. ആദ്യം തന്നെ ശിവനൊരു ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയൊരു ഷോപ്പിലേക്ക് കയറി. വിശേഷം എന്താണെന്ന് വെച്ചാൽ ശിവൻ്റെ ജന്മനക്ഷത്രമാട്ടോ വരുന്നത്. ഞങ്ങളിവിടെ ജന്മനക്ഷത്രവും ജനിച്ച ദിവസവും രണ്ടുമായിട്ടാട്ടോ ആഘോഷിക്കുക. അപ്പോൾ ഫസ്റ്റ് കാണിച്ച് മിടി ആട്ടോ എടുത്തത്. അതും എടുത്ത് പിന്നെ നേരെ കണ്ണൂരേക്ക് പോയി. കണ്ണൂർ പോയതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ശിവൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസം പുതിയൊരു വണ്ടി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ശിവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആട്ടോ വരുന്നത്. അപ്പോൾ ഫോണിനകത്തൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കാണുന്ന സമയത്ത് അതുപോലത്തെ വണ്ടി വേണമെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് കരുതി. ഇന്ന് എടുക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ റേറ്റും കാര്യമൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ കുറേ അന്വേഷിച്ചാട്ടോ ആ ഷോപ്പ് കണ്ടുപിടിച്ചത്. നാട്ടിലൊക്കെ ഷോപ്പ് ഉണ്ടെങ്കിലും എല്ലായിടത്തും ഒടുക്കത്തെ റേറ്റാണ്. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റ് നോക്കി ഇറങ്ങിയതാണ്. കണ്ണൂർ മെയിൻ ടൗൺ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ കുറേ സമയം എടുത്തു. ബർത്ത്ഡേന് അന്ന് ഡെലിവറി ചെയ്ത് തരുമോ ചോദിച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. പക്ഷേങ്കിൽ അവർക്ക് ഹോം ഡെലിവറി അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് എത്തി കേട്ടോ. അവിടെ ഷോപ്പിൽ ടെഡിവെയറും ബോളും ഒക്കെ കണ്ടതിന് ശേഷം ശിവത അടങ്ങി നിൽക്കുന്നേയില്ല. ഞങ്ങളവിടെ കുറേ നേരം നിന്നു കേട്ടോ. അവിടുന്ന് ഏത് വണ്ടിയാണ് വാങ്ങേണ്ടതെന്ന് നല്ല കൺഫ്യൂഷനായിരുന്നു. റേറ്റുകൾ തമ്മിൽ പല വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ റേറ്റിന് മാറ്റിയുള്ളൂ, ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ. അപ്പോൾ ശിവുവിന് ഇത് ഇഷ്ടമായത് ആ പിങ്ക് സ്കൂട്ടിയാണ്. ആ പോയത് മുതൽ അതിൽ പിടിച്ചിട്ട് ഒരേ നിൽപ്പാ. അപ്പോൾ സ്കൂട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ സ്കൂട്ടിയും കാറും തമ്മിൽ വലിയ റേറ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്കൂട്ടി അവർക്ക് ഓടിക്കാനുള്ള ഒരു പാകത ആയില്ല. അപ്പോൾ 2 വയസ്സല്ലേ ആയുള്ളൂ. കുറച്ചുകൂടി വലിയ കുട്ടിയൊക്കെ പറ്റിയത് സ്കൂട്ടി. പിന്നെ നോക്കിയത് ജീപ്പുകളാട്ടോ. ജീപ്പും കാറും ഒക്കെ ഏകദേശം അവർക്ക് ഇഷ്ടത്തെ ഫസ്റ്റ് നോക്കിയ ജീപ്പാണ്. അങ്ങനെ അതൊക്കെ നോക്കി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളുടെ നേരെ പോയത് ഹോട്ടലിലേക്കാട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതല്ലേ, സമയം രാത്രിയായി. ശിവന് പൊറോട്ട ആട്ടോ കൊടുത്തത്. ഞങ്ങൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് ചില്ലിയും കഴിച്ചു. അവൾക്ക് പൊറോട്ട നല്ല ഇഷ്ടമാട്ടോ. പക്ഷേ ഞാനങ്ങനെ കൊടുക്കാറില്ല, കാരണം മൈദയല്ലേ. അപ്പോൾ എത്തിച്ച് അവൾക്കൊരു പൊറോട്ട വാങ്ങി കൊടുത്തു. അവളെൻ്റെ റൈറ്റ് സൈഡ് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വാരി കൊടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഫസ്റ്റ് വാരി കൊടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അവൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ മടിയിൽ ഇരുന്നിട്ടാട്ടോ കുട്ടിക്ക് കൊടുത്തത്. എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഏലുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.